ഹലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഹൈപ്പോ തൈറോയിഡിസത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ റെസ്പോൺസുകളൊക്കെ വന്നു. അതിൽ PCOD PCOSനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെയ്റ്റ് ലോസിനെ പറ്റിയാണ്. തൈറോയിഡ് ഉള്ളവരിൽ എങ്ങനെ വെയ്റ്റ് ലോസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. 2011 ഞാൻ തൈറോയ്ഡ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ അൺകൺട്രോളബിൾ ആയിട്ടുള്ള വെയ്റ്റ് ഗെയിന് ആയിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം. വൺസ് തൈറോയ്ഡ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഹൈ ഡോസ് മെഡിസിൻ തന്നെയായിരുന്നു എനിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ആ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടും എൻ്റെ വെയ്റ്റിന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായ മാറ്റമൊന്നും വന്നില്ല. അപ്പം സ്ട്രെസ്ഫുൾ ലൈഫ്, ജോലിയുണ്ട്, 202 രണ്ട് കുഞ്ഞുങ്ങൾ 102 ഉള്ള. അപ്പോൾ ഒരാൾ ടെറിബിൾ 2 ആ ഒരു ഫേസിൽ കൂടെ ഒരാൾ ഓടി നടക്കും, ഒരാൾ ബേബി. അപ്പോൾ അങ്ങനെ ഒത്തിരി സ്ട്രെസ്സുള്ള സമയമായിരുന്നു. എന്നാൽ പോലും ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും ഒക്കെ എൻ്റെ വെയ്റ്റ് ഗെയിൻ അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഒത്തിരി അങ്ങ് ഗെയിൻ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഹൈറ്റിനുള്ള BMI വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹയർ ലെവലിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി മാനസികമായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു കോവിഡിന് മുമ്പ് ഒരു 2018-2019 കാലയളവിൽ ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു എനിക്ക് വെയിറ്റ് കുറയണം. പക്ഷേ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് കാർബ് കട്ട് ഔട്ട് ചെയ്യുകയാണ്. അതായത് ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാതെയായി. പക്ഷേ അപ്പോഴത്തേനും ഓൾറെഡി തൈറോയിഡിന് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. കാർബ്സ് കട്ട് ഔട്ട് ചെയ്തപ്പം എൻ്റെ മുടി ഒത്തിരി കൊഴിയാൻ തുടങ്ങി. അപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തില്ല, പക്ഷേ അത് റെഡ്യൂസ് ചെയ്തു വന്നു. ഇപ്പോൾ ഇത്തിരിയും ചോറ് അങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് വെയ്റ്റ് ലോസ് പ്രോഗ്രാമിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ആ പ്രോഗ്രാമിൽ അവർ കുറേ പറഞ്ഞു തന്നു. പക്ഷേ അതിൽ അവർ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറഞ്ഞത് നമ്മളുടെ വയററിഞ്ഞ് കഴിക്കുക. അപ്പം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് അതൊരു ഹ്യൂജ് ടാസ്ക്കാണ്. അപ്പം അതിൽ അവർ പഠിപ്പിച്ചു തന്ന ഒരു വലിയൊരു റിയലൈസേഷൻ എൻ്റെ ഇതായിരുന്നു. ശരിക്കും നമ്മളുടെ ആമാശയം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അത് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫെസ്റ്റ് ചെറുതായിരിക്കും. ഇപ്പം നമ്മളുടെ ഈ ഫെസ്റ്റിൻ്റെ അത്രയും വലുപ്പമേ ഉള്ളൂ നമ്മളുടെ ആമാശയത്തിന്, അതായത് നമ്മളുടെ ഫുഡ് ചെന്ന് സ്റ്റോർ ചെയ്ത സ്ഥലത്തിന്. അപ്പം നമ്മൾ ഇത്രയും എമൗണ്ട് ഓഫ് ഫുഡ് മാത്രമേ ഒരു നേരം കഴിക്കാവുള്ളൂ. കാരണം നമ്മൾ ഇതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആമാശയം അത് എക്സ്പാൻഡ് ചെയ്ത്, ഇപ്പോൾ അങ്ങനെ ഇത്രയും എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കുന്നെങ്കിൽ അത്രയും എമൗണ്ട് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്ത് പിന്നീട് നമ്മൾ കഴിക്കുമ്പോൾ ഇത് ഓൾറെഡി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ഫുഡ് വേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ തടി വയ്ക്കുന്നതും. കാരണം ലാർജ് ഇൻടേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എക്സ്പാൻഡ് ചെയ്ത് കൂടുതൽ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത്. അപ്പം മൈൻഡ്ഫുൾനെസ്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്. നമ്മൾ എപ്പം ഫുഡ് കഴിക്കാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഓർക്കുക നമുക്ക് ഇത്രയും എമൗണ്ട് ഓഫ് ഫുഡ് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് 3 meals a day ആണ് കഴിക്കാനായിട്ട് മെയിൻലി ട്രൈ ചെയ്യേണ്ടത്. ബാക്കിയുള്ള സമയം നമ്മൾ വിശക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശപ്പല്ല. നമ്മളുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ദാഹം ഉണ്ടായാലും നമ്മളുടെ ബ്രെയിൻ അത് പെർസീവ് ചെയ്യുന്നത് ചിലപ്പോൾ വിശപ്പായിട്ട് ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം പോയി വെള്ളം കുടിക്കുന്നതിന് പകരം പോയിട്ട് എന്തെങ്കിലും സ്നാക്ക് കഴിക്കും. അപ്പം സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പിന്നെ വറുത്തതോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഞാൻ ആദ്യം ചെയ്തത് വെള്ളം കുടിക്കാൻ തുടങ്ങി, കുറച്ചധികം വെള്ളം കുടിക്കാൻ തുടങ്ങി. എനിക്ക് ഇതുപോലെ ഒരു വലിയൊരു ബോട്ടിലുണ്ട്. അപ്പം ഞാനിത് കുറഞ്ഞത് ഒരു 2 പ്രാവശ്യമെങ്കിലും ഫില്ല് ചെയ്ത് ഇപ്പം ഇല്ല, അന്നൊക്കെ ഞാനത് കുടിച്ചു. പിന്നുള്ളത് വിശക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത്ര നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതിയാകൂ എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും നട്ട്സ്, അതായത് ആൽമണ്ട്സ്, കാഷ്യൂനട്ട് കഴിക്കില്ല. കാഷ്യൂനട്ട് കുറച്ച് കാലറി കൂടുതലാണ്. വാൾനട്ട്, ആൽമണ്ട്സ്, അല്ലെങ്കിൽ പീനട്ട്, ചുമ്മാ നമ്മൾ വറുത്ത കടലയുണ്ടല്ലോ, അതായാലും കഴിക്കുക. അപ്പോൾ അതെല്ലാം കൂടുതൽ പ്രോട്ടീനാണ്. അപ്പോൾ നമ്മളെ കുറച്ച് നേരം കൂടുതൽ ഫില്ല് ചെയ്ത് നമുക്ക് അധികം വിശപ്പ് തോന്നാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നീടുള്ള അടുത്തൊരു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ് ഡിന്നർ ഏർലി.
അതൊരു വലിയ പ്രശ്നമായിരുന്നു. കാരണം ജോലി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളെന്തെങ്കിലും കുക്ക് ചെയ്ത് പിന്നെ ക്ലീൻ ചെയ്ത് പിന്നെ എല്ലാവർക്കും കൊടുത്ത് കഴിച്ച് കഴിയുമ്പോൾ മിക്കവാറും 8-9 ആയിരുന്നു. അത് പതുക്കെ കുറച്ച് വന്നു. 8 ആയി, 7 ആയി, 6 ആയി. ഞങ്ങൾ 5:30 വരെ കഴിച്ച സമയങ്ങളുണ്ട്. അപ്പം നേരത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും. ജോലി കഴിഞ്ഞിറങ്ങിയ ഉടനെ കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും എംപ്റ്റി സ്റ്റൊമക്കോടുകൂടി ആയിരിക്കും നമ്മൾ ബെഡിൽ പോകേണ്ടത്. ആദ്യമൊക്കെ അതൊരു പ്രശ്നമായിരുന്നു. അയ്യോ രാത്രി കിടക്കുമ്പോൾ വിശന്നാൽ എന്ത് ചെയ്യും? അപ്പം ബെഡിൻ്റെ സൈഡിൽ ഈ വെള്ളം വെച്ചിരിക്കുന്നതുകൊണ്ട് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വെള്ളം കുടിക്കും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം മൈൻഡ്ഫുൾനെസ്, അതായത് മനസ്സിലാക്കുക നമ്മളുടെ സ്റ്റൊമക്ക് ഇത്രയും വലിപ്പമേ ഉള്ളൂ. അപ്പം ഒരു മീൽ നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു എമൗണ്ടിൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് ഗ്രാജുവലിയേ പറ്റുള്ളൂ, ഇമ്മീഡിയറ്റ്ലി ഒന്നും പറ്റുകയില്ല. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ എമൗണ്ട് കുറച്ച് കൊണ്ടുവരിക. രണ്ടാമത്തേത് നമ്മൾ സ്നാക്കിങ് അവോയ്ഡ് ചെയ്യുക, അതിന് പകരം വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ സ്നാക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹെൽത്തി ഓപ്ഷൻസ് നമ്മൾ ട്രൈ ചെയ്യുക. അതായത് നട്ട്സ്, ഫ്രൂട്ട്സ്, ഒത്തിരി ഷുഗറില്ലാത്ത ഫ്രൂട്ട്സ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഇനിഷ്യലി. വൺസ് വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നീടുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പക്ഷേ ഇനിഷ്യലി നമ്മൾ ഒത്തിരി വെയിറ്റ് ഉണ്ട് അത് കുറയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നട്ട്സ് കഴിക്കാം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ നേരത്തെ ഡിന്നർ കഴിക്കുക. അപ്പം എല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ കൂടുതൽ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you all later. Bye.